കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എല്ലാ മാധ്യമങ്ങളും ഇന്തോനേഷ്യയിൽ ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീണ് അതിൽ ഒരുപാട് പിഞ്ചു കുട്ടികൾ മരിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഇന്ത്യ മലയാളവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ 60 പേരാണ് ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒരു മുസ്ലിം പള്ളിയാണ്. ഇന്തോനേഷ്യയിലെ ഒരു മുസ്ലിം പള്ളിയിൽ 2 സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതിൽ 60 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയിലെ കെലാപ്പ ഗാൻഡിങ്ങിലുള്ള ഒരു പള്ളിയിലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ സ്ഫോടനം നടന്നത്. പള്ളിക്കുള്ളിലും പുറത്തുമായി 2 സ്ഫോടനങ്ങൾ ഉണ്ടായതായി നാട്ടുകാരും പറയുന്നു. സ്ഫോടനം നടന്ന പള്ളി ഒരു സ്കൂളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഈ സ്കൂളിൽ ആ സമയത്ത് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും നമുക്ക് ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. എന്നാലും വിദ്യാർത്ഥികൾക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം. അതേസമയം ഈ 60 പേരുടെയും നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ആർക്കും ഏത് നിമിഷവും എന്തും സംഭവിക്കാം. പോരാത്തതിന് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും അവിടെയുള്ള ഗവൺമെൻറ് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് പരിക്കേറ്റ് അവരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഇല്ല, അവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാർ ഇതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാക്കുന്ന കാഴ്ചയും നമുക്കവിടെ കാണാൻ സാധിച്ചു. അവിടെ വിദ്യാർത്ഥികൾ അല്ലാതിരിക്കട്ടെ അവിടെ പരിക്കേറ്റത് എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ആശിക്കാനായി സാധിക്കുകയുള്ളൂ. എന്തായാലും ആക്രമണകാരിയെന്ന് സംശയിക്കുന്ന ആൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. സ്ഫോടനം നടത്തിയത് ഒരു വിദ്യാർത്ഥിയാണ് എന്നും ഈ റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥി തന്നെ സ്ഫോടനം നടത്തി വിദ്യാർത്ഥികളെ തന്നെ മുഴുവനായി പരിക്കേൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത്. പക്ഷേ സർക്കാർ പറയുന്നത് വേറൊരു തലത്തിലാണ്. എന്താണെങ്കിലും ഇത് അതിഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.